എത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഇതിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ശ്രീ ഗോപിനാഥ്, വേദിയിലും സാഹസിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രസംഗം നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ, അതായത് കോടതിയുള്ള ദിവസങ്ങളിൽ പരമാവധി പോകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. മാത്രമല്ല, ഈ കോവിഡൊക്കെ കഴിഞ്ഞ് കുറേ നാളായിട്ട് ഇത് വളരെ മന്ദീഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതികൾ വീണ്ടും ഫുൾ സ്വിങ് ആയിട്ടുണ്ട്. ഏതാണ്ട് 4:30 വരെ എല്ലാ ദിവസവും പ്രവൃത്തിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുന്ന അത്ര സുഖകരമല്ല. ഇന്നാണെങ്കിൽ ദൈവഗുരുത്വം കൊണ്ട് 5 or 6 എണ്ണം പ്രധാനപ്പെട്ടത് തന്നെയുണ്ട്. പക്ഷേ ഇവിടെ വന്നതെന്താ വെച്ചാൽ, നമ്മൾ ശ്രീകുമാർ വിളിച്ചിട്ട് ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്, അവർ വിളിക്കും. അതിൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ പഴയ IG എസ് ഗോപിനാഥാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹം പ്രസിദ്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ മുമ്പ്, വളരെ പണ്ട് 1974-75 ഇദ്ദേഹം വലിയ പ്രസിദ്ധനായ വോളിബോൾ കളിക്കാരനായിരുന്നു. ജിമ്മി ജോർജ്, ജോസ് ജോർജ്, ഗോപിനാഥ്, സിറിൽ ബെള്ളൂർ ഇല്ലേ, അബ്ദുൾ റസാഖ്, അങ്ങനെ ഉദയകുമാർ മരിച്ചുപോയി. ഇങ്ങനെ വലിയ പ്രസിദ്ധരായ ഒരുപാട് വോളിബോൾ കളിക്കാരനായിരുന്നു. മിക്കവാറും ഈ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പാലാ, തൊടുപുഴ ഭാഗത്തുള്ളവരായിരുന്നു ഇവരാരും. അപ്പോൾ ആ കാലത്തോട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തെ കാണുന്നത് തൃശ്ശൂർ പൂരത്തിനാണ്. അദ്ദേഹം തൃശ്ശൂർ IG ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടുകൊണ്ടാണ് സത്യത്തിൽ ഞാനിന്ന് ഇത്ര 5-6 കേസുണ്ടായിട്ട് പോലും ഇവിടെ വന്നത്, ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അതിലുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തും. അദ്ദേഹത്തെ ഒരുപാട് കാലം കൂടി കണ്ടതിലുള്ള സന്തോഷം, പിന്നെ എൻ്റെ ആരാധനാപാത്രമായിരുന്ന ഒരു സ്പോർട്സ് താരത്തെ ഇത്ര കാലത്തിന് ശേഷം ഇവിടെ വെച്ച് കണ്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. ഈ വിഷയം എന്ന് വെച്ചാൽ, ആശയ രൂപീകരണത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പല കാലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പഴയ ഒരു കോട്ട് എന്ന് പറയുന്നത് ബിൽ ഡ്യൂറൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ ഗുട്ടൻബർഗിനെ കുറിച്ചാണ്. ഗുട്ടൻബർഗാണ് നമുക്കറിയാം, ജർമ്മൻകാരനാണ്. അയാളാണ് മൂവബിൾ ടൈപ്സ് കണ്ടുപിടിച്ചത്. അച്ചടി യന്ത്രം, ഈ മാറ്റി വെക്കാവുന്ന ലെറ്റേഴ്സ്, അതാണ് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഗുട്ടൻബർഗിനെ കുറിച്ച്, അതായത് അച്ചടി യന്ത്രത്തെക്കുറിച്ച് ബിൽ ഡ്യൂറൻറ്റ് പറഞ്ഞത് പ്രിൻറ്റിംഗ് വാസ് ദ റെഫർമേഷൻ എന്നാണ്. പ്രിൻറ്റിംഗ് വാസ് ദ റെഫർമേഷൻ. ഗുട്ടൻബർഗ് മെയ്ഡ് ലൂതർ പോസിബിൾ. ഈ അച്ചടി യന്ത്രമാണ് മതനവീകരണം. ഗുട്ടൻബർഗാണ് ലൂതറിനെ സാധ്യമാക്കി. ലൂതറാണ് കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ച് പ്രൊട്ടസ്റ്റാന്റിസത്തിൻ്റെ തുടക്കം കുറിച്ച ആൾ. അദ്ദേഹം തന്നെ ഒരു വൈദികനായിരുന്നു. ഈ കത്തോലിക്ക സഭയിലുള്ള അപജയങ്ങളെയും ജീർണതകളെയൊക്കെ തുറന്നു കാണിക്കും, ഇതിന് വെല്ലുവിളിക്കും. വൈദിക മേധാവിത്വത്തെ വെല്ലുവിളിച്ച് പ്രൊട്ടസ്റ്റാന്റിസത്തിന് തുടക്കം കുറിച്ച ആളാണ് മാർട്ടിൻ ലൂതർ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചുകൊണ്ടാണ്. അതിനു മുമ്പ് വിജ്ഞാനം എന്ന് പറയുന്നത് വൈദികരുടെ കുത്തകയായിരുന്നു. വൈദികർക്ക് പല സൗകര്യങ്ങളുണ്ട്. ഒരു 14-15 വയസ്സിൽ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാനം ഇങ്ങനെ ആർജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിജ്ഞാനം ബഹുഭൂരിപക്ഷം ലാറ്റിനിലായിരുന്നു. ലാറ്റിൻ ഭാഷ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് അറിയുന്ന ഭാഷ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ജർമ്മൻ, അല്ലെങ്കിൽ ഡച്ച്, അല്ലെങ്കിൽ ഇറ്റാലിയൻ, അങ്ങനെയുള്ള പ്രാദേശിക ഭാഷകളാണ്. വിജ്ഞാനം മുഴുവനും ലാറ്റിനിലാണ്. വൈദികരുടെ കുത്തകയാണ് ലാറ്റിൻ. വിജ്ഞാനം അവർക്ക് മാത്രമേ സാധ്യമായിട്ടുള്ളൂ, കാരണം ഇത് കൈകൊണ്ട് എഴുതി വയ്ക്കുകയായിരുന്നു. ആ സ്ഥാനത്ത് അച്ചടി യന്ത്രം വന്നപ്പോൾ ഇത് ബൈബിളടക്കം അച്ചടിക്കാൻ തുടങ്ങി. അതും പ്രാദേശിക ഭാഷകളിൽ അച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ ബൈബിളിൽ ഉണ്ട് എന്ന് വൈദികർ പറഞ്ഞിരുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ബൈബിളിൽ ഇല്ലാത്തത്. ബൈബിളിലുള്ള കാര്യങ്ങളും വൈദികരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തതുമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ഇത് അച്ചടിച്ചു വന്നുകൊണ്ടാണ്. അപ്പോൾ അച്ചടി യന്ത്രം വന്നപ്പോൾ വൈദികർക്ക് പിടിച്ചേക്കാൻ പറ്റട്ടെ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എവിടെ കിടക്കുന്നു, വൈദികർ ചെയ്യുന്ന കാര്യം അവിടെ കിടക്കുന്നു. അപ്പോൾ ലൂതറിന് വളരെ എളുപ്പത്തിൽ ഇതാ ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ വൈദികന്മാർ ചെയ്യുന്ന ഇതാണ്, മാർപ്പാപ്പ ചെയ്യുന്ന ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റായ കത്തോലിക്ക സഭയെ ലൂതറിനും പിന്നീട് വന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ജോൺ കാൽവിൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇതിനെ അങ്ങോട്ട് തകർത്ത് തരിപ്പണമായി കളയും. വൈദിക മേധാവിത്വം ഒരു സാധനം ഇല്ലാണ്ടാക്കിയത് കാൽവിനാണ് യഥാർത്ഥത്തിൽ. ലൂതർ ഒരു തുടക്കം കുറിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കത്തോലിക്ക സഭയെ പോലും തകർത്തത് അച്ചടി യന്ത്രമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വാധീനം എത്രയാണ് നമുക്ക് ആലോചിച്ചത്. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്.
അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരുന്നു. ഏത് കാലത്തും ഈ മാധ്യമങ്ങൾ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്തും ലൂയി 16 ഭരണത്തെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന അന്നത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളുണ്ട്. അതിൽ എബർ എന്ന് പറഞ്ഞ ഒരു വലിയ വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പത്രമുണ്ട്. ആ പത്രം എന്ന് വെച്ചാൽ ഏതാണ്ട് പൂരപ്പാട്ട് ശൈലിയിലാണ് രാജാവിനെ രാജ്ഞിയും വിമർശിച്ചത്. അതിന് ഭയങ്കര സർക്കുലേഷനായിരുന്നു. കാരണം ഈ പാരീസിലെ തൊഴിലാളികളൊക്കെ ഇത് മേടിച്ച് വായിച്ച ആവേശം കൊണ്ടിട്ട് അങ്ങനെയാണ് ഇവരെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയിട്ട് ഈ റവല്യൂഷൻ സ്കോറിൽ കൊണ്ടുപോയിട്ട് തലഡിങ് എന്ന് പറ്റിയത്. അങ്ങനെ തലവെട്ട് ഒരു നാട്ടുനടപ്പാക്കി മാറ്റി. ഇതിങ്ങനെയൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായത് ഈ മാധ്യമങ്ങളുണ്ട്. പക്ഷെ അന്നും ഇതിൻ്റെ പ്രചാരം വളരെ പതുക്കെയാണ് വാർത്തകൾ എത്തിയിരുന്നത്. വാട്ടർലൂ യുദ്ധത്തിൽ 1815 നെപ്പോളിയൻ തോറ്റ വാർത്ത യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം അത്രയും ഈ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത്രയും സ്ലോ ആയാണ്. പത്രങ്ങളൊക്കെ അന്നുണ്ട്. പക്ഷേ ഇത് വളരെ പതുക്കെയാണ് വാർത്തകൾ എത്തിയത്. 1865 എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചത്. ആ വാർത്ത മലയാളത്തിൽ പത്രങ്ങളൊക്കെ അന്ന് തുടങ്ങി. മനോരമയും ദീപികയൊന്നുമില്ല. ഈ മിഷണറിമാർ നടത്തിയിരുന്ന ചില രാജ്യസമാചാരം, പശ്ചിമ താരക മുതലായ പത്രങ്ങളാണ്. അതിൽ വന്നത് 3 മാസത്തിന് ശേഷമാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കോലൻ എന്ന ഇടയ്ക്കൊരു എല്ലുണ്ടല്ലോ, ലിങ്കൻ എന്ന് വായിക്കാനെന്ന ആളുകൾക്ക് അറിയില്ല. എബ്രഹാം ലിങ്കോലൻ എന്നവർ വെടിയേറ്റ് മരിച്ചതായി വാർത്ത ലഭിച്ചിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇപ്പോഴാണ് ആ സംഭവം നടക്കണമെന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. മിനിറ്റ് വെച്ച് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ച വാർത്ത നമ്മുടെ ഫോണിൽ വരും. അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റു അല്ലെങ്കിൽ മരിച്ചു. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ അപ്പോഴെത്തും. അപ്പം ഇത് ഓരോ സന്ദർഭത്തിലും അതിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധി തന്നെ സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ മറ്റു അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് ഇന്ത്യയിലെ പത്രങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നില്ല. നമ്മുടെ മലയാളിയായിരുന്ന തിരുവനന്തപുരത്തുകാരൻ തന്നെ ഇരുന്ന ജി പരമേശ്വരൻ പിള്ള നടത്തിയിരുന്ന മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പത്രത്തിലാണ് ഗാന്ധിജിക്ക് ഏറ്റവും അധികം സ്പേസ് കൊടുത്തിരുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പേര് പറഞ്ഞിട്ടുള്ള ഒറ്റക്കൊരു മലയാളിയുള്ളൂ, അത് ഈ പരമേശ്വരൻ പിള്ള, ബാരിസ്റ്റർ JP പിള്ള. അപ്പോൾ ആ രീതിയിൽ ഗാന്ധിജിക്ക് പോലും സ്പേസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും പത്രാധിപർ വിചാരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോ സമയത്തും പുതിയ മാധ്യമങ്ങൾ വരും, പുതിയ പത്രങ്ങൾ വരും. മലയാളത്തിലെ പത്രങ്ങൾ തന്നെ എടുത്ത് നോക്കി അറിയാം. കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയതാണ് ദീപിക. കത്തോലിക്കരല്ലാത്തവരുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയതാണ് മനോരമ. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മാതൃഭൂമി. ഈഴവരാതി പിന്നാക്ക സമുദായക്കാരുടെ ആവശ്യകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേരള ഭൂമി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ജനയുഗവും തിരുവിതാംകൂറിലും ദേശാഭിമാനിയും മലബാറിലും. അങ്ങനെ ഓരോ താല്പര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഇതൊക്കെ അതാത് കാലത്ത് ആളുകളെ സ്വാധീനിക്കുന്നതിനും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അത് ഫോക്കസ് ചെയ്യുന്നതിനും ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ ദൃശ്യമാധ്യമങ്ങൾ വരും. ദൃശ്യമാധ്യമങ്ങൾ പ്രധാനമായിട്ട് ടെലിവിഷൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ റവല്യൂഷണൈസ് ചെയ്ത ഒരു കാര്യമാണ്. ഒരു TV ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളും വന്നിട്ട് പരസ്പരം വാഗ്വാദം നടന്നു. അപ്പോൾ തന്നെ അതിൻ്റെ റേറ്റിംഗ് മറ്റേ TVയിൽ വരും. പിന്നെ ആൾ ഇത്ര പോയിന്റ് ലീഡ് ചെയ്യും. സാധാരണ അതനുസരിച്ചിട്ടായിരിക്കും ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വരിക. ഇത് 1960 തുടങ്ങി. ആദ്യത്തെ ഡിബേറ്റ് ജോൺ F കെന്നഡിയും റിച്ചാർഡ് നിക്സണും തമ്മിലാണ്. ഈ TV ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വരെ നിക്സണാണ് ലീഡ് ചെയ്തത്. കെന്നഡിക്ക് നിക്സനെ അപേക്ഷിച്ച് ചില മേന്മകളുണ്ടായിരുന്നു. കെന്നഡി താരതമ്യേന ചെറുപ്പക്കാരനായിരുന്നു, കൂടുതൽ സുന്ദരനായിരുന്നു, പിന്നെ വളരെ സമ്പന്നനായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും കെന്നഡിക്ക് വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം റോമൻ കാത്തലിക്കാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ അതുവരെ ഒരു കത്തോലിക്കനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം തോറ്റു. നിക്സൺ ആണെങ്കിൽ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, നമ്മുടെ ഐസൻഹോവറിൻ്റെ കൂടെ. നോർമലി നിക്സണാണ് ജയിക്കേണ്ടത്. പക്ഷേ TV ഡിബേറ്റിൽ കെന്നഡി അതിഭയങ്കരമായിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഫെയർ ചെയ്തു. നിക്സൺ തീരെ മങ്ങിപ്പോയി. നിക്സന് തീരെ പറ്റുമായിരുന്നില്ല. നിക്സൺ ഇങ്ങനെ ഒരു ശീലമില്ല. ഒരു പൊതു ചടങ്ങിലായിരുന്നെങ്കിൽ നിക്സൺ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തേനെ. പക്ഷേ TV ഡിബേറ്റിൽ നിക്സൺ മങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ നിക്സൻ്റെ
ഗ്രാഫും അല്ലാതെ താഴേക്ക് പോയി കെന്നഡി ജയിക്കും. എന്നിട്ട് പോലും കെന്നഡിക്ക് വലിയ ലീഡുണ്ടായിരുന്നില്ല. പോപ്പുലർ വോട്ടില്ലാണ്ട് 1,00,000 വോട്ടിൻ്റെ ലീഡേ കെന്നഡിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഡെമോക്രാറ്റുകൾക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന 5 or 6 തെക്കൻ സംസ്ഥാനങ്ങൾ ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കൊടുത്തു. കാരണം ഇദ്ദേഹം കത്തോലിക്കനായിരുന്നു. ഞാൻ പറഞ്ഞു ഈ TV ഡിബേറ്റ് അതിനുശേഷം അത് വലിയൊരു സംഭവമായിട്ട് വരും. പിന്നീട് നിക്സൺ തന്നെ മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് റിഹേഴ്സലൊക്കെ നടത്തിയിട്ടാണ് ഈ TV ഡിബേറ്റിന് പോയത് എന്നുള്ളതാണ് ചരിത്രം. പിന്നെ TV ഡിബേറ്റിൽ മങ്ങിപ്പോയിട്ടും തെരഞ്ഞെടുപ്പ് ജയിച്ച ഒരാളുണ്ട്. ഇപ്പോൾ എല്ലായ്പ്പോഴും ഡിബേറ്റോട് മാത്രമല്ല ജയിക്കുക. അത് നമ്മുടെ ട്രംപാണ്. ട്രംപ് ഇതൊന്നും ബാധകമല്ല. ട്രംപ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഒരു PC ജോർജാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, പുള്ളിക്ക് TV ഡിബേറ്റ് ഒന്നും ഒരു വിഷയമല്ല. ഈ TV ഡിബേറ്റ് കാണുന്നവരെ ട്രംപ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോഴല്ല, 8 കൊല്ലം മുമ്പ്. അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷേ ആ ഡിബേറ്റ് കണ്ടപ്പോൾ ഞാൻ പോലും ഇത് ഹിലാരിയെ ജയിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചു. കാരണം അത്ര ഗംഭീരമായിരുന്നു ഹിലാരിയുടെ പെർഫോമൻസ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത് എല്ലാ ഒപ്പീനിയൻ പോൾസിലും വലിയ ലീഡ് ട്രംപിനായിരുന്നു. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ട്രംപ് ജയിക്കുകയും ഹിലരി ക്ലിൻ്റൺ തൂക്കിച്ചു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡൊണാൾഡ് ട്രംപിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ സാധാരണക്കാരായ ഒരുമാതിരിപ്പെട്ട അമേരിക്കക്കാരൊക്കെ ലജ്ജിച്ചു എന്നുള്ളതാണ്. എൻ്റെ വോട്ട് ട്രംപിനാണ് എന്ന് പറയാനായിട്ട് നമുക്കൊരു ഉളുപ്പെന്ന് പറയുന്ന സാരമില്ലേ, അതുള്ളവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഹിലരിക്കാണ് വോട്ടെന്ന് പറയുകയും വോട്ട് ചെയ്തപ്പോൾ ട്രംപിന് ചെയ്യുകയും. ഞാനെന്തുകൊണ്ടാണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ പലതരത്തിൽപ്പെട്ട ആളുകൾ പ്രസിഡന്റ്മാരായിട്ട്, വലിയ അഭിഭാഷകരായിട്ടുണ്ട്, സൈനിക മേധാവികളായിട്ടുണ്ട്, സിനിമാ നടന്മാർ വരെയുണ്ട്. പക്ഷെ ഒരു പ്രാന്തൻ, ഞാൻ ഈ അമേരിക്കൻ ഹിസ്റ്ററി ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ്, വെറുതെ പറഞ്ഞല്ല. ഇപ്പോൾ ജോർജ് വാഷിങ്ടൺ തൊട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാഷിങ്ടൺ വലിയ സൈനിക മേധാവിയായിരുന്നു. പിന്നീട് യുലീസസ് ഗ്രാൻഡ് സൈനിക മേധാവിയായിരുന്നു. ഐസനോവർ സൈനിക മേധാവിയായിരുന്നു. അങ്ങനെ വലിയ സൈനിക മേധാവികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. തനി രാഷ്ട്രീയക്കാരും ആയിട്ട്. പിന്നെ വുഡ്രോ വിൽസനെ പോലെ വലിയ പണ്ഡിതന്മാരായ ആളുകൾ. അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് ജയിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകളുമായിട്ട് പിന്നെ വെറും സാധാരണ രാഷ്ട്രീയക്കാരും ആയിട്ട്. പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രാന്തൻ, ശരിക്കും പ്രാന്തമുള്ള ഒരാൾ പ്രസിഡൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു പ്രാന്തൻ പ്രസിഡൻ്റ് എങ്ങനെ ഇരിക്കും എന്ന് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കായപ്പോൾ നമ്മൾ നമ്മുടെ ഊഹം പറഞ്ഞത് ശരിയായി. പുള്ളി പ്രസിഡൻ്റ് ആയതിനു ശേഷവും പ്രാന്തിന് യാതൊരു കുറവില്ല, അത് കൂടിയിട്ടുണ്ടെങ്കിലും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ട്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞതേ മാധ്യമങ്ങളുടെ സ്വാധീനം മാത്രമല്ല. ഇപ്പോൾ ട്രംപ് ജയിക്കുന്നത് മാധ്യമങ്ങളൊക്കെ പുള്ളിക്കെതിരാണ്. വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പുള്ളിക്കെതിരാണ്. പക്ഷെ ഇതിൻ്റെ ഒന്നും പിന്തുണയില്ലാതെ ജയിക്കാം എന്ന് ട്രംപ് തെളിയിച്ചു. അത് എക്സെപ്ഷനാണ്. നോർമൽ റൂൾ എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു വലിയ സംഗതി. പിന്നെ ഒബാമ മത്സരിക്കുന്നു. ബറാക്ക് ഒബാമ മത്സരിച്ചപ്പോൾ പുള്ളിയാണ് ഈ SMS ഉപയോഗം കൃത്യമായിട്ട്. അത് 60 സ്പേസ് ആണ് ഒരു SMS ഒരു മെസ്സേജിൽ വരിക. അപ്പം ഇത് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് 60 സ്പേസ് വെച്ചിട്ട് ഈ ട്രംപിൻ്റെ മുദ്രാവാക്യങ്ങൾ മൊബൈൽ ഫോൺ വഴി പ്രചരിപ്പിച്ചു. അത് വളരെ എഫക്റ്റീവാണ്. അത് പിന്നെ ഇന്ത്യയിൽ നടപ്പാക്കിയത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് ഈ ചായ് പേ ചർച്ച പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. ഭയങ്കരമായിട്ട് അവരുടെ ഡിജിറ്റൽ സംവിധാനം വളരെ ഫലപ്രദമായിരുന്നു. കോൺഗ്രസിൻ്റെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ള പഴയ സംവിധാനത്തിലാണ് അവർ വർക്ക് ചെയ്തത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വളരെ എക്യുപ്ഡാണ്. ഒരു ഭാഗത്ത് പ്രൊഫഷണലിസമാണ്, മറുഭാഗത്ത് പഴയ ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഏൽപ്പിച്ചിട്ട് പോയ സാധനങ്ങളാണ്. ഈ രീതിയിലുള്ളൊരു വലിയ ഈ ടെക്നോളജിക്കലായിട്ടുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാവുന്നൊരു കാര്യമാണ് BJP എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പുറകിലാക്കിയതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നോക്കി, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ മിഡിൽ ക്ലാസ്സാണ് എപ്പോഴും ഈ ബാലൻസ് ടിൽറ്റ് ചെയ്യുക. ആ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതുപോലുള്ള സാങ്കേതികമായിട്ടുള്ള പുരോഗതി ഉപയോഗിച്ചിട്ട് അവരിലേക്ക് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ക്യാമ്പയിനിലാണ് BJP ഓരോ തവണയും മറ്റൊരു പുറകിലാക്കുക. നഗര കേന്ദ്രീകൃതമായ വോട്ടർമാർ, ഇടത്തരക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, അവരിലേക്ക് എങ്ങനെ എത്താൻ പറ്റും ആ സംവിധാനം കൃത്യമായിട്ട് പഠിച്ച് അവർക്ക് അതിനൊക്കെ മാർക്കറ്റ് സ്റ്റഡി നടത്താനുള്ള സംവിധാനം, ഏത് മുദ്രാവാക്യം എവിടെ ഇങ്ങനെ ഉപയോഗിച്ചാൽ ആളുകളിൽ ചിലവാകും എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യും. അതുകൊണ്ടാണ് മറ്റവരെ പുറകിലാക്കാൻ പറ്റുന്നത്.
ഇത് ഓരോ സമയത്തും ചിലവാകുന്ന സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇത് വേരിയൻ്റാണ്. കഴിഞ്ഞ തവണ ഉപയോഗിച്ച സാധനം ഇത്തവണ ഉപയോഗിച്ചാൽ ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഈ സംഗതി കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നിടത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിജയം. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ആളുകളെ എങ്ങനെ സ്വാധീനിക്കാം. ടി വി മാധ്യമം വന്നതിന് ശേഷം 2004 നമ്മുടെ നാട്ടിൽ ഈ വാർത്താ ചാനലുകൾ വ്യാപകം. 2006 തെരഞ്ഞെടുപ്പിലാണ് BS അച്യുതാനന്ദൻ വലിയൊരു താരമായിട്ട് വരുന്നത്. അതിനു മുമ്പ് ഇത് BS അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഒരു വളരെ മുരടനായ ഒരു മാർക്സിസ്റ്റ് നേതാവായിട്ടാണ് നടക്കുന്നത്. EK നായനാർക്കുണ്ടായിരുന്നു വലിയ സ്വീകാര്യത അതുവരെ അച്യുതാനന്ദൻ ഉണ്ടായില്ല. പക്ഷേ അച്യുതാനന്ദൻ്റെ ഈ ആംഗ്യ വിക്ഷേപങ്ങളും നീട്ടിയും കുറുക്കിയുള്ള സംസാരമൊക്കെ ആദ്യകാലത്ത് ആളുകൾ പരിഹാസമായിട്ടാണ് കണ്ടിരുന്നെങ്കിലും 2006 തെരഞ്ഞെടുപ്പായപ്പോൾ ഇതൊക്കെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ആംഗിളിൽ വരികയും അത് ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ BD സതീശനെ തന്നെ ഇത്ര വലിയൊരു താരമാക്കി മാറ്റി ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം ടെലിവിഷനിൽ വന്നിട്ടും അസംബ്ലിയിലൊക്കെ നടന്ന പ്രസംഗങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇത് ഈ നമ്മുടെ മൊബൈൽ ഫോൺ വഴി തന്നെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തും. അത് ഓരോ സന്ദർഭത്തിലും ഇത് മാറിക്കൊണ്ടിരിക്കും. സാങ്കേതികവിദ്യ പുരോഗമിക്കുന്നതനുസരിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് ആ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഴയ സംവിധാനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും പറ്റില്ല, ഒരു പ്രസ്ഥാനത്തിനും പറ്റില്ല, ബിസിനസ്സുകാർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഗുണം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തും, അത് കണ്ടുപിടിക്കുന്നിടത്തും അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നിടത്തുമാണ് ഇവരുടെ വിജയം കൂടിയുള്ളൂ. അതില്ലാത്തവരാണ് ഈ രംഗത്ത് പിന്തള്ളപ്പെട്ടു പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സംവിധാനം കൂടിയാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ സത്യവുമില്ലാതെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ, അത് വലിയൊരു അപകടമാണ്. മാത്രമല്ല ഇതുപോലുള്ള മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ടുള്ള ഒരു വ്യവസ്ഥ 66A ആയിരുന്നു. അത് സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തി. അപ്പോൾ ഇവർക്ക് വളരെ സുഖമായി ആർക്കും ആരെക്കുറിച്ച് എന്ത് തോന്നിവാസവും പറയാം എന്ന ഒരു സ്ഥിതി വരികയും അതിൻ്റെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ പോലും നിലനിൽക്കുക. ക്രിമിനൽ പ്രോസിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എളുപ്പമൊന്നുമല്ല നടപ്പാക്കിയെടുക്കാനായിട്ട്. പക്ഷേ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്ത് അനാവശ്യവും ആഭാസവും അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ ഇതിലൂടെ പ്രചരിപ്പിക്കാം എന്ന ഒരു അവസ്ഥ, അത് വളരെ അപകടമുണ്ട്. സുപ്രീം കോടതിയൊക്കെ ചെയ്യുന്ന ചില അതിക്രമങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ ആഫീസ് കൂട്ടിക്കും. അതാണല്ലേ ഏറ്റവും വലിയ തമാശ. നമുക്ക് ആരെയും വിമർശിക്കാം, പക്ഷേ സുപ്രീം കോടതിയെ കുറിച്ചോ ജഡ്ജിമാരെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ അവരപ്പോൾ കോപാകുലരാണ്. ഇപ്പോൾ NCERTയുടെ പുസ്തകത്തിലില്ലേ കറപ്ഷൻ ഇൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ തന്നെ സുപ്രീം കോടതി കോപിക്കുകയും ആ പുസ്തകങ്ങളെല്ലാം കണ്ടുകെട്ടുകയും അതിൽ അത്രയും പേജുകൾ മാറ്റി രണ്ടാമത് പുസ്തകം അച്ചടിപ്പിച്ചു. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ കറപ്ഷൻ ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. എല്ലാ രംഗത്തും ഉള്ള പോലെ അവിടെയും ഉണ്ട്, പക്ഷെ കുറവാണ് എന്ന് മാത്രം. അത് തന്നെ പല സ്ഥലങ്ങളിലും കൂടിയും കുറഞ്ഞു വരും. ഈ കറപ്ഷൻ, ഈ ഹയർ ജുഡീഷ്യറിൽ കറപ്ഷൻ തുടങ്ങിയത് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. ദ്രാവിഡ പാർട്ടികൾ ജുഡീഷ്യറിലെ കറപ്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും വേണമെങ്കിൽ ഡോക്ടറേറ്റിന് ശ്രമിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും, ഏത് യൂണിവേഴ്സിറ്റി കൊടുത്താലും കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത്രയും വ്യക്തമാണ്, സ്പഷ്ടമാണ്. DMK ബന്ധമുള്ള ജഡ്ജിമാരാണ് ആദ്യമായിട്ട് കറപ്റ്റ്. പിന്നെ തമിഴ്നാട് നോക്കിയിട്ടാണ് ബാക്കി ആളുകളൊക്കെ കറപ്ഷൻ പഠിച്ചത്. അഴിമതിയുടെ പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ മദ്രാസ് ഹൈക്കോടതിയാണ്. ഇപ്പോൾ പോലും കറപ്ഷൻ ഇല്ലാത്ത ഹൈക്കോടതികളുണ്ട്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഈ സാമ്പത്തികമായിട്ട് കാശ് കൈകൊണ്ട് പഠിക്കുന്ന പരിപാടി ഇപ്പോഴും ഇല്ല. പല സ്ഥലത്തും അതുപോലും മറ്റേ കൽക്കട്ടയിലോ ബോംബെയിലൊന്നുമില്ല. പക്ഷേ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലുണ്ട്, അലഹബാദിൽ സാമാന്യമായിട്ടുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ഉള്ളതില്ലെന്ന് പറയാൻ പാടില്ല, ഇല്ലാത്തതുണ്ടെന്നും പറയാൻ പറ്റില്ല. പക്ഷേ മദ്രാസിലുള്ള പോലെ ഒരു സ്ഥലത്തും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. മദ്രാസ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് പോയില്ലായിരുന്നെങ്കിൽ KG ബാലകൃഷ്ണനൊക്കെ പുണ്യവാളനായിട്ട് തന്നെ റിട്ടയർ ചെയ്ത് പോകുന്നത്. മനുഷ്യർക്ക് ഒരബദ്ധം പറ്റുന്നില്ലേ? അതേ ഗുജറാത്തിൽ നിന്ന് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നെങ്കിൽ സാൽപ്പേരോടുകൂടി തന്നെ ഇപ്പോഴും പോകുന്നതിന് ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതി പോലും ആയാൽ. കഷ്ടകാലത്തിന് പുള്ളിയെ മദ്രാസിലേക്ക് കൊണ്ടുവരും. മദ്രാസിലിരുന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് പുള്ളി പഠിക്കുകയും അവിടെ വെച്ച് കൈക്കൂലി പഠിച്ചില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ പുള്ളി മദ്രാസിൽ പഠിച്ച പാഠം അവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പതനമുണ്ടായത്. ഇത് എനിക്കിവിടെ വന്നിട്ട് പറയാം ഇല്ല, പക്ഷെ നമുക്ക് ടെലിവിഷനിൽ പോയി പറയാൻ പറ്റില്ല. പറയാം, ബാലകൃഷ്ണനെ പറ്റി പറയാം,
പക്ഷെ വേറെ പല ആൾക്കാരെ പറ്റി പറഞ്ഞാൽ നമ്മൾ കൂലി വരും. ബാലകൃഷ്ണനെക്കുറിച്ച് പുള്ളി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയണം. അത് പറയണമല്ലോ, നമ്മൾ പറയാനും പഠിക്കണം. എല്ലാം നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പറയുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ബാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വഹിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചില പാർട്ടീസ് ഉണ്ട്. ശരിക്കും അവരാണ് പണം ഉണ്ടാക്കിയത്, ബാലകൃഷ്ണൻ പൊട്ടുപൊടിയൊക്കെ ഉണ്ട്. ഈ കൊണ്ടടക്കുന്ന ആൾക്കാരുണ്ട്, ദല്ലാളന്മാർ. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചേർന്നിട്ട് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു അവാർഡ് ഏർപ്പെടുത്തി ഡൽഹിയിൽ. വയോശ്രേഷ്ഠ എന്നാണ് അവാർഡ്. പ്രായമായ ആൾ, ശ്രേഷ്ഠനായ ഒരു വയോധി. അതാരെന്ന് വെച്ചാൽ KG ബാലകൃഷ്ണൻ്റെ അമ്മ KM ശാരദ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കില്ലാത്ത എന്ത് മേന്മയാണ് ബാലകൃഷ്ണൻ്റെ അമ്മയ്ക്കുള്ളതെന്ന് ചോദിച്ചാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാലകൃഷ്ണൻ്റെ അമ്മ, എൻ്റെ അമ്മ അത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വയോശ്രേഷ്ഠ അവാർഡ് ഉണ്ടാക്കുകയും അത് മീരാകുമാറിനെ കൊണ്ട് കൊടുപ്പിച്ചു. മീരാകുമാർ അന്ന് കേന്ദ്രത്തിലെ ഈ വീണ ജോർജിൻ്റെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി, പിന്നെയാണ് സ്പീക്കറായി. 1ാം UPയുടെ സമയത്ത് അന്ന് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ ഇത് കൊടുത്തതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊടുത്ത ആ ഞായറാഴ്ച മനോരമയിലും ദീപികയിലും മംഗളത്തിലും ഈ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന 3 പത്രങ്ങളിലും സൺഡേ സപ്ലിമെൻറ്റിലെ പ്രധാനപ്പെട്ട വിഭവം ഈ വയോശ്രേഷ്ഠ അവാർഡ്. ഞാനന്ന് ഇന്ത്യ വിഷയിൽ വാരാന്ത്യം നടത്തുന്ന സ്ഥലം. നമ്മൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല അമ്മയ്ക്കുള്ള അവാർഡ് KG ബാലകൃഷ്ണൻ്റെ ഭാര്യ അമ്മ KM ശാരദയ്ക്ക് സമ്മാനിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച അമ്മായിയപ്പനുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്താൻ അത് ബാലകൃഷ്ണൻ തന്നെ കിട്ടും എന്നാണ്. ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? ബാലകൃഷ്ണൻ വല്ലതും ചെയ്യാൻ പറ്റുമോ? ശ്രീനിജനും വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കേട്ടവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഒരാൾക്ക് പോലും കാര്യം മനസ്സിലാവാതെ പോയിട്ടില്ല. അപ്പം ഇത് പറയാനും അതിനൊരു രീതിയുണ്ട്. അതങ്ങനെ ഉണ്ടായി വരണതാണ് എല്ലാവരും. അപ്പം ഇങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. കാര്യം മനസ്സിലാക്കാൻ പല മാർഗങ്ങളുമുണ്ട്. അപ്പം ഇങ്ങനെ ഈ സംവിധാനത്തെ എതിർക്കാനും വിമർശിക്കാനും ഒക്കെ സാധിക്കണം. എന്നാലേ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു അർത്ഥമുള്ളൂ. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? 5 കൊല്ലത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല ജനാധിപത്യം. അത് ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കാത്ത ആൾക്കാർ നമ്മൾ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. മമതാ ബാനർജി ഞാൻ മാറിക്കൊടുക്കില്ലാത്തത് ഗംഭീരമായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടറില്ല. ട്രംപിൻ്റെ കാര്യം പറഞ്ഞ കൊണ്ടാണ് ഈ സ്ത്രീയുടെ കാര്യത്തിൽ കുറച്ചൊരു അല്ലേ സെക്ഷൻ 84 ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാറിക്കൊടുക്കില്ലാന്ന് പറയുമ്പോൾ ഞാൻ പോലും അന്തപ്പെട്ടു. ഇന്ത്യ രാജ്യത്ത് പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ തോറ്റ പാർട്ടിക്കാർ ഇപ്പോൾ പിണറായി വിജയൻ എത്ര മാന്യത നമുക്ക് അപ്പോഴേ മനസ്സിലായി. പുള്ളി അപ്പം തന്നെ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോയി. നേരിട്ടോടെ കൊടുത്തില്ല, ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. സ്റ്റാലിനും മാന്യനാണ്, പുള്ളിയും രാജിക്കത്ത് എഴുതി കൊടുത്തു. പക്ഷേ മമതാ ബാനർജി ഞാൻ രാജിവെക്കില്ല. അതുകൊണ്ട് ഇതുപറ്റി സ്പീക്കർ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ഇവരുടെ കാലാവധി കഴിയുന്നവരെ. കാലാവധി കഴിയുമ്പോൾ പിന്നെ രാജിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുതിയ ആളെ വിളിച്ചിട്ട് സ്വയർ ചെയ്യിച്ചു. അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവർ ഇനി റൈറ്റേഴ്സ് ബംഗ്ലാവിൽ കയറിയിരിക്കും, ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി, ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് പെട്ടില്ല. പക്ഷെ അത്രയും ചെയ്തില്ല, ഭാഗ്യം. എന്ന് പറഞ്ഞ പോലെ തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറി കൊടുക്കും. അതുമല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനോട് വിയോജിക്കാൻ എനിക്കുള്ള സ്വാതന്ത്ര്യം. അതാണ് ജനാധിപത്യം. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. അല്ലാണ്ട് അച്ചടിച്ച ഭരണഘടന ഉണ്ടായതുകൊണ്ടോ എഴുതപ്പെട്ട മൗലികാവകാശങ്ങളുള്ളതുകൊണ്ടോ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഹൈക്കോടതികളും സുപ്രീം കോടതികളുള്ളതുകൊണ്ടോ ഒന്നും ജനാധിപത്യം രക്ഷപ്പെടുകയില്ല. ഇതൊന്നുമില്ല ഇംഗ്ലണ്ടിൽ. എന്നിട്ടും ജനാധിപത്യം എന്തുകൊണ്ട് ഇത്ര കൊല്ലം പിടിച്ചതെന്ന് വെച്ചാൽ ആളുകൾക്ക് പൗരബോധമുണ്ട്. പിന്നെ മാധ്യമങ്ങൾ ശക്തമായിട്ട് രംഗത്തുണ്ട്. സർക്കാർ തെറ്റിയതാൽ അവർ വിമർശിക്കും. പ്രതിപക്ഷ പാർട്ടികൾ അവർ നിരന്തരമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ എവിടെ തെറ്റുപറ്റണത് എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ റിച്ചാർഡ് നിക്സൺ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 72-ലെ തെരഞ്ഞെടുപ്പിൽ 60% പോപ്പുലർ വോട്ട് കിട്ടിയാണ് ജയിച്ചത്. 50 സംസ്ഥാനങ്ങളിൽ 49 പുള്ളിക്കാണ് വോട്ട് ചെയ്തത്. എന്നിട്ടും കാലാവധി കഴിക്കാൻ പറ്റില്ല. 2 കൊല്ലം കഴിയുമ്പോൾ രാജിവെച്ച് വീട്ടിൽ പോയി. രാജിവെച്ച് പോയെന്ന് വെച്ചാൽ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന റിപ്പോർട്ടർ. നിക്സൺ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല, പക്ഷേ വാഷിങ്ടൺ പോസ്റ്റിൽ വന്നത് ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അപമാനിതനായിട്ട് രാജിവെച്ച് വീട്ടിൽ.
പോയപ്പോൾ പുള്ളി ഒരു വരമേ ചോദിച്ചുള്ളൂ, എന്നെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷിക്കണം. ജെറാർഡ് ഫോർഡ് ഉടനെ വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തെ, അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഒരു അധികാരമുണ്ട്, ആരെ വേണമെങ്കിലും ഏത് കുറ്റത്തിൽ നിന്ന് വേണമെങ്കിലും അദ്ദേഹത്തിന് അബ്സോൾവ് ചെയ്യാം. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിക്സന്റെ രാജിക്കത്ത് വൈസ് പ്രസിഡന്റിനല്ല കൊടുത്തത്, പുള്ളി സ്റ്റേറ്റ് സെക്രട്ടറിക്കാണ്. ഞാൻ ഒരു വാചകമുള്ള എന്നത്, ഞാൻ ജോലി രാജിവെച്ച് വീട്ടിൽ പോകുന്നു. ഒരു വാചകം മാത്രമുള്ള ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ പോകേണ്ടതെന്നത് മാധ്യമങ്ങളുടെ ശക്തി കൊണ്ടാണ്. അതാണ് ജനാധിപത്യം. 60% പോപ്പുലർ വോട്ട് കിട്ടിയതുകൊണ്ടോ 50-ൽ 49 സ്റ്റേറ്റിൽ ഭൂരിപക്ഷം കിട്ടിയുകൊണ്ടോ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ശക്തി, മാധ്യമങ്ങളുടെ ശക്തി. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തി. പ്രതിപക്ഷ പാർട്ടികൾ രാജി ആവശ്യപ്പെടേണ്ട, എന്നാലും രാജിവെച്ചു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഓഫീസാണ് അമേരിക്കൻ പ്രസിഡന്റ്. അവിടെ അത് ചെയ്യേണ്ട വന്നത് ഈ ശക്തി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനെ ആർക്കും ചെറുതാക്കാൻ പറ്റില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടായാലും ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ, അതുപോലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ധാർമ്മിക ശക്തി എന്ന് പറഞ്ഞൊരു സാധനം, അത് ഭയങ്കര, അതിന് അതിജീവിക്കാൻ പറ്റില്ല. 35 കൊല്ലം നിലനിന്ന ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ബംഗാളിൽ തകർന്ന് തരിപ്പണ പോയെന്ന് വെച്ചാൽ, മമതാ ബാനർജി 26 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടാണ്. ഗാന്ധിജിക്ക് പോലും 21 ദിവസം പറ്റിയിട്ടുണ്ട്. ഒരാൾക്ക് താങ്ങാവുന്നൊരു ശക്തി പരിധിയുണ്ട്. ഈ സ്ത്രീ 26 ദിവസം നിരാഹാര സമരം നടത്തി സിംഗൂർ വിഷയത്തിൽ. അവർ മരിച്ചില്ല എന്നുള്ള നിലവരേക്ക്. ഇപ്പോൾ മരിക്കും എന്ന സ്റ്റേജ് വന്നപ്പോൾ അന്ന് ഗോപാലകൃഷ്ണ ഗാന്ധിയാണ് ബംഗാൾ ഗവർണർ. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഇവർക്ക് നാരങ്ങവെള്ളം കൊടുത്ത് അവസാനിപ്പിച്ചത്. പക്ഷെ ആ ഒറ്റ പോയിന്റിൽ ജനങ്ങൾ മുഴുവനും തിരിച്ചു. 34-35 കൊല്ലം നീണ്ടു നിന്ന സർക്കാർ ചീട്ടുകൂട്ടാനും പോലെ തകർന്ന് സാക്ഷാൽ ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ തോറ്റു. അങ്ങനെ ആ സംവിധാനം എന്നതേക്കോട്ട് ഇല്ലാണ്ടായി. ഒരു തോൽവിയല്ല, ആ പ്രസ്ഥാനം ഇല്ലാണ്ടായി. നമ്മൾ മലയാളത്തിൽ പോലെ ഉപ്പ് വെച്ച കലം പോലെ ആ അവസ്ഥയിലേക്ക്. ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ശക്തി മറുഭാഗത്തുണ്ട്. ഇനി മാധ്യമങ്ങളെ മൊത്തം നിയന്ത്രിച്ചാലും പിടിച്ചേക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിക്ക് പറ്റിയതല്ലേ. 1970-ലെ 71-ലെ തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിന് പോകും, അവർ അധികാരത്തിന് പുറത്തു പോകും, 5 കൊല്ലത്തിന് ശേഷം വലിയ മാറ്റം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി വളരെ പവർഫുള്ളായിട്ട് കിട്ടുന്ന സമയം ഹരിത വിപ്ലവം വിജയിക്കുന്നു. ഭക്ഷണ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടുന്നു. അതിലെ ഏറ്റവും വലിയ നേട്ടം. ആണവ പരീക്ഷണം നടത്തുന്നു, പോഖ്റാൻ. പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു. ബംഗ്ലാദേശിന് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കും. ആര്യഭട്ട, ഭാസ്കര എന്നൊക്കെ പറഞ്ഞ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. അങ്ങനെ വലിയ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടന ഭേദഗതി, പ്രിവി പേഴ്സ് ഇല്ലുണ്ടാക്കും, മറ്റേ ബാങ്ക് ദേശാൽക്കാരനെ ഭരണഘടനാനുസൃതമാക്കും. ഇതെല്ലാം കഴിഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ആരും ചോദിക്കാനില്ല, തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ഇതേ പോകും. അവിടെ എങ്ങനെ സംഭവിച്ചു? അവിടെയാണ് പ്രശ്നം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഒരു 3 മാസത്തിനകത്ത് പിൻവലിച്ചെങ്കിൽ പ്രശ്നം തീർന്നു തന്നെ. ആളുകൾ മറന്നുപോയി. അതിന് പകരം ഇത് നീട്ടിക്കൊണ്ടുപോയി. അതിനേക്കാൾ ഉപരിയായിട്ട് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ അബദ്ധം. ഇത് കാരണം വെച്ചാൽ വാർത്തകൾ ഇല്ലാണ്ട് വന്നപ്പോൾ ജനങ്ങൾ കിംവദന്തികൾ വിശ്വസിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റതിന് ശേഷം ഇന്ദിരാഗാന്ധി മാർക്ക് ട്രൊല്ലോട് പറഞ്ഞൊരു വാചകമുണ്ട്, താനാണ് എന്നെ തോൽപ്പിച്ചത്. ഒറ്റക്കൊരു മനുഷ്യൻ എങ്ങനെ തോൽപ്പിച്ചു? ഇയാൾ അവിടുത്തെ BBC-യുടെ റിപ്പോർട്ടറാണ്. BBC-ക്ക് ഇന്ത്യയിലെ ആകെ ഒരു റിപ്പോർട്ടറുള്ളൂ, അത് ഈ മാർക്ക് ട്രൊല്ലിയാണ്. ഇവൻ ഇവിടെ നിന്ന് കൊടുക്കുന്ന വാർത്തകൾ ലണ്ടനിൽ നിന്ന് സമയാസമയത്ത് പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ദിരാഗാന്ധിക്ക് നിയന്ത്രിക്കാം, BBC നിയന്ത്രിക്കാൻ പറ്റില്ല. ആളുകൾ ചെയ്യാൻ തുടങ്ങി. ആകാശവാണി കേൾക്കാതെ, ഇവിടുത്തെ പത്രങ്ങൾ വായിക്കാതെ BBC കാതോർക്കാൻ തുടങ്ങി. BBC എത്രയോ കുറവ് ആളുകൾക്കാണ് കേൾക്കാൻ പറ്റുക. അപ്പോൾ ഈ BBC കേൾക്കുന്നവൻ കേൾക്കാത്തവരോട് BBC-യിൽ ഇങ്ങനെ പറഞ്ഞു. BBC-യിൽ പറഞ്ഞതുപോലെ ഇവൻ പറയുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ എന്നിട്ട് കേൾക്കാത്തവൻ മറ്റവനോട് പറയും BBC-യിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ BBC ഇപ്പോൾ ഡൽഹിയിൽ ഒരാൾ കേട്ടാൽ അത് മൊറാദാബാദിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണ കൂടി അതിൻ്റെ ഗ്രാവിറ്റി കൂടി ഏറ്റവും നട്ടാ കുരുക്കാത്ത നുണ വരെ ആളുകൾ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ തുർക്കമാൻ ഗേറ്റിൽ വെടിവെപ്പ് നടന്നു, 15 ആൾ മരിച്ചു എന്ന് വിചാരിച്ചു. അത് കേട്ടവൻ തുർക്കമാൻ ഗേറ്റിൽ വെടിവെപ്പ് നടന്നു, 15 ആൾ മരിച്ചു എന്ന് BBC-യിൽ പറഞ്ഞാൽ അടുത്തേക്ക് നമ്മളോട് പറയുമ്പോൾ അവൻ 150 ആയിട്ട് പറയും. കാരണം ഒരു കിക്ക് കിടണ്ടേ. അങ്ങനെ അത് നമ്മുടെ നാട്ടുപുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും 10,000 കണക്കിന് ആൾക്കാർ വെടിയേറ്റ് മരിച്ചു. മരിച്ചവരെല്ലാം മുസ്ലിങ്ങളുമാണ്. അതിൻ്റെ പ്രത്യേകത.
ഏതാ? തുർക്ക്മാൻ ഗേറ്റിൽ. തുർക്ക്മാൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡൽഹിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെ വ്യാപകമായ രീതിയിൽ എന്താണ് വ്യാജ പ്രചരണം, യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ വളരെയധികം പർവ്വതീകരിച്ച് ആളുകൾ കേട്ടവർ വിശ്വസിച്ചു. കാരണം എന്താ, മാധ്യമങ്ങളില്ലല്ലോ. പിന്നെ ഉള്ളത് മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങളാണ്. അതിന് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല, ആൾക്കാർ വിശ്വസിക്കുകയില്ല. എന്നാൽ ആളുകൾ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ടൈംസ് ഓഫ് ഇന്ദിര എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിച്ചാലും പ്രശ്നമാണ്, നിയന്ത്രിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ഇപ്പം ജനാധിപത്യത്തിൽ ഇങ്ങനെ ചില പരിണതികൾ ഉണ്ടാവും എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. തൽക്കാലത്തേക്ക് നമ്മൾ സമയമില്ലേ, തൽക്കാലത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കണം. ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ട് പറയാം സാർ.